അക്കൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മഷ്റൂം റൈസാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ഈസിയാണ് ഇതുണ്ടാക്കാൻ, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതുണ്ടാക്കാൻ ഏത് അരി വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇതിനായി ആദ്യം അരി വേവിച്ച് വെക്കണം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ആവശ്യമുള്ളൂ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. എന്നാൽ ഇൻഗ്രീഡിയൻസ് കാണാം. ചോറ്, ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക, സൺഫ്ലവർ ഓയിൽ, ഉപ്പ്, വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തെടുക്കുക, ഉണക്കമുളക് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുക, മഷ്റൂം തടി കുറച്ച് നേരിയതായി കട്ട് ചെയ്തെടുക്കുക. മഷ്റൂം റൈസ് ഉണ്ടാക്കാൻ പാകത്തിനുള്ള ഒരു പാത്രം സ്റ്റൗവിൽ വെച്ച് ചൂടാക്കുക. എന്നിട്ട് ആ പാത്രം ചൂടാവുമ്പോൾ അതിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ചെറുതായി കട്ട് ചെയ്ത വെളുത്തുള്ളി അതിൻ്റെ അകത്തേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക. വെളുത്തുള്ളീൻ്റെ പച്ചമണം മാറി വരുമ്പോൾ ഉണക്കമുളക് പൊടിച്ചത് ഇട്ട് കൊടുക്കുക. ഇതിന് വലിയൊരു എരിവൊന്നും ഉണ്ടാവില്ല. കൂടുതൽ എരിവാണെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ മഷ്റൂം റൈസിൻ്റെ മുകളിൽ ഈ മുളക് കാണുമ്പോൾ വേറെ തന്നെ ഒരു സ്റ്റൈലും ഉണ്ടാവും. അതിനുശേഷം ചെറുതായി കട്ട് ചെയ്ത മഷ്റൂം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് വേവിക്കുക. ഒരുപാട് സമയമൊന്നും വേവിക്കണ്ട. മഷ്റൂം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി. അതിനുശേഷം ചെറുതായിട്ട് കട്ട് ചെയ്ത ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുക്കുക. ക്യാരറ്റ് വളരെ ചെറുതായിട്ടാണ് കട്ട് ചെയ്തത്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതിനുശേഷം ചോറ് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഉപ്പ് കുറച്ച് കുറവുണ്ട്, അതുകൊണ്ട് കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ലാസ്റ്റ് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പോൾ മഷ്റൂം റൈസ് റെഡിയായി. ഇത് എല്ലാവർക്കും ഇഷ്ടമാവും. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഒരുപാട് മസാലയൊന്നും ഇട്ടിട്ടില്ല. സിമ്പിളായിട്ടാണ് ഉണ്ടാക്കിയത്. ഇത് ഉണ്ടാക്കുമ്പോഴാണെങ്കിൽ നല്ല മണം ഉണ്ടായിരിക്കും. പിന്നെ മഷ്റൂമിൻ്റെ നല്ലൊരു ടേസ്റ്റും ആണല്ലോ. കഴിക്കാനും നന്നായിട്ടുണ്ട്. പപ്പടം മാത്രം മതി ഇതിൻ്റെ കൂടെ കഴിക്കാൻ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് ഓൺ ആക്കിയാൽ ഞാനിടുന്ന ഓരോ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി അപ്പോൾ തന്നെ കാണാൻ പറ്റുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.